മധുരം കൊടുക്കണം എന്നല്ല, മധുരം നമ്മുടെ വീട്ടിലെല്ലാവരും വിരുന്ന് വരുമ്പോൾ നമ്മൾ എന്തുണ്ടാക്കി കൊടുത്താലും മതിയാവില്ല അല്ലെ. നമ്മളെ എങ്ങനെയാന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കില്ലേ. അപ്പൊ ഇന്ന് നമ്മളൊരു 4 മണിക്കടി അല്ലെങ്കിൽ ഒരു മധുരത്തിന്റെ പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട്. അതിനെക്കാട്ടിലും നമ്മൾ പഴംപൊരിയുടെ ഒക്കെ വീഡിയോ ചെയ്തതാണ്. അതിനെക്കാട്ടിലും നമ്മൾ പ്രധാനമായിട്ട് ഉണ്ടാക്കുന്ന ലഡു ആണ് കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും മധുരം ഇഷ്ടമായിരിക്കില്ലേ. പക്ഷെ മധുരം ഒരുപാട് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. മക്കള് ആണ് വെച്ചാലും മധുരം കണ്ടു കഴിഞ്ഞാൽ വിടാത്ത ആൾക്കാരുണ്ടാവും. അത് മക്കള് മാത്രമല്ല, നമ്മളെല്ലാവരും കഴിക്കും. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പൊന്നൂസേ നമ്മളൊന്നും ചെയ്യാനില്ല. പിന്നെതാ മുത്തേ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏത് മുളക് പൊടി ഇല്ല, ഇനി നമ്മള് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം കൂടരുത്. നമ്മൾ സ്പൂണൊക്കെ വെച്ചിട്ട് ചെയ്യണേക്കാട്ടിൽ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. കൂടി ഒരുപാട് ലൂസാക്കാനും പാടില്ല, ഈ ഒരു കട്ടിയിൽ വേണം കേട്ടോ. ഒരുപാട് വെള്ളാവാൻ പാടില്ല. എന്താ സന്തോഷം എന്നറിയോ അല്ലേ. ഇനിയിപ്പോ ഇതുകൂടെ വെക്കട്ടെ. എന്താ മഞ്ഞപ്പൊടി എടുത്തിട്ട് വരാൻ പറഞ്ഞപ്പോ വേഗം ഉള്ളിവട അമ്മ ബാ എല്ലാവരും അമ്മ. ഇന്ന് മഴ പെയ്യോ? ഇന്ന് കുന്നപ്പള്ളിക്കാവത്ത് താലപ്പൊലി ദിവസം എന്തായാലും മഴ പെയ്യുന്നതാ. എണ്ണ ഒഴിച്ചു കൊടുക്കും. ഉണ്ണിപ്പെണ്ണ് ലഡു പറയുമ്പോ വേറെന്തോ ആണ് വിചാരിച്ചത്. അവള് ചോദിക്കണേ, എന്തിനമ്മായി ഇത്ര വെള്ളം ഒഴിക്കണേന്ന്. പഴംപൊരിക്കാണ് അമ്മായിന്ന്. കടലമാവും കൊണ്ടല്ലടി പൊന്നോ പഴംപൊരി ഉണ്ടാക്കും. മൈദയും കൊണ്ട് ഉണ്ടാക്കി, ഇതും കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് ഗോതമ്പ് പൊടിയും കൊണ്ട് അല്ലേ. ടേസ്റ്റ് ഉണ്ടാവില്ല കടയത്തെ, പക്ഷെ രസം ഉണ്ടാവും. ടേസ്റ്റ് ഉണ്ടാവില്ലേ? ഞാൻ മസാല ബോണ്ടയൊക്കെ ചിലപ്പോ എന്താ ഇതും കൊണ്ട് ഉണ്ടാക്കും, ഗോതമ്പ് പൊടിയും കൊണ്ട്. ചില സമയത്തും ഇവിടെ മൈദയൊന്നും ഉണ്ടാവില്ലല്ലോ. മാവ് എന്തുണ്ടാക്കിയാലും മധുരം അല്ലേ. മധുരം മധുരമായിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രായം മറക്കും, ഷുഗറും മറക്കും. അല്ല, ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് എത്ര തിന്നിരുന്നാലേ വയറ് നിറയോളം തിന്നിരുന്നാണ്. ഇപ്പൊ പറയും തിന്നാൻ പാടില്ല പറയും. ഒന്നാമത് ലഡു എല്ലാരും വീക്ക്നെസ് അവിടെ. കുറച്ചും കൂടി കടലമാവ് ഇത് വെക്കാണ്ട് കേട്ടോ. ഞാൻ പഴംപൊരിയും കൂടി ഉണ്ടാക്കുമ്പോ ലഡു പിന്നെ നാളേക്കും ടേസ്റ്റ് ഉണ്ടാവും. വേഗം ഉണ്ടാക്കി അനൗൺസ്മെന്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളില്ലേ കണ്ട എന്താ കുഞ്ഞുണ്ണി ചാട്ടം കണ്ടോ? ആണ് ഇവിടെ വാ നീ വിട്ടിരുന്നു കാണ്. ബാ ആ പിന്നെ എന്താ നീ വിചാരിച്ചു ലഡു എന്നൊക്കെ പറഞ്ഞ എങ്ങനെയാണേ? ചെറിയ ലഡു അല്ല അമ്മായി ഉണ്ടാക്കിട്ട് കാണിച്ചേ. നേരെ അങ്ങോട്ട് ഉരുട്ടല്ലേ ചെയ്യേ. അതിൽ കൊറേ അതേപോലെ പരിപാടിയുണ്ട്. കിച്ചുട്ടാ ഇരുന്ന് കാണാനുള്ള ഉണ്ടത്. അതന്നെ കുഞ്ഞുണ്ണിയെ കുട്ടിയും കൂടി ഇരിക്കേ. എന്താ പറയാ, ബൂന്തിന്നാ പറയാ. അത് കാണിച്ചു തരാ നിനക്ക്. അവിടേക്കൊക്കെ എത്തട്ടെ. അപ്പൊ നീ ചോദിച്ചാലോ ഓരോന്ന്. ലഡുടാ കളറൊക്കെ കൂട്ടിക്കഴിഞ്ഞു വെച്ചാ മഞ്ഞ കളറൊക്കെ കൂട്ടില്ലേ ചിലവര്. മഞ്ഞക്കളറൊക്കെ ചിലവര് കൂട്ടില്ലേ, അപ്പോഴാണ് നല്ല മഞ്ഞക്കളറ്. മഞ്ഞപ്പൊടി കൂട്ടി ഇതിനെയാണ് നമ്മ ബൂന്തി എന്ന് പറയാ. ബൂന്തി, ഇതാണ് ബൂന്തി.
മധുരമുള്ളത് കളറ് കൂട്ടുകയാണേ. ആ മധുരം മിച്ചറിൽ കണ്ടില്ലേ ഇവിടെ കുറെ കളറുകൾ ഉള്ളത്. ചുവപ്പ് കളർ ലഡു കണ്ടിട്ടില്ലേ? നീ തിന്നുമ്പോ ഇതിക്കൊന്നും നോക്കലില്ലേ? ആ തന്നെ. എന്ത് ലഡുവോ? ഓ വീണ് കാണാൻ രസമുണ്ടെന്നോ? മഴ പെയ്യും പോലെ. ഇന്ന് മഴ ഉണ്ടാവോ? പെയ്യട്ടെ പെയ്യട്ടെ. നമ്മള് പൂരത്തിനൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ട് പെയ്താ മതി. കോങ്ങാട് ഈ പൂരത്തിന് എന്തായാലും മഴയില്ല, ഉഗ്ര മഴ പെയ്യില്ല ഇപ്പൊ. അതെ, ആ വലിയ ഡബിൾ കാളൊക്കെ ടാർപ്പായിട്ട് മൂടിയിട്ട് നിർത്തുക. ശരിക്ക് പൂരത്തിന് മഴ പെയ്ത് കഴിഞ്ഞാൽ രസം പോയില്ലേ? ഇത്രയും ദിവസം കഷ്ടപ്പെട്ടതിന് എന്ത് ഫലം ഉണ്ടാവുക? മഴ ഒന്നും പെയ്യാതിരിക്കട്ടെ, എന്നാ പൂരം ഉഷാറാവും, അല്ല വേല ഉഷാറാവും, അല്ലെങ്കിൽ നാശാവും. ഇളക്കണ്ടാണോ? ഇളക്കിയാലേ എനിക്ക് വീഴ്. അല്ലാണ്ട് വീണിട് സമയം കുറച്ച് പിടിക്കല്ലേ. വലിയതോ? അത് കൂടെ പറ്റും അതിന്. ഏത് അതിലോ? ഇത്രയും വേണ്ടല്ലോ ഓട്ടെ. ഇനി കുറച്ചും കൂടി വലിപ്പുണ്ടാവുന്നല്ലേ പറഞ്ഞ. കുഞ്ഞുണ്ണി, ലഡു തിന്നാത്തവരൊന്നും ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. ഞാൻ പഴംപൊരിക്ക് പഴം എന്താ നോക്കാനും പറയാത്തതെന്നറിയോ? ഇപ്പൊ പഴം നുറുക്കി കഴിഞ്ഞ വെച്ചാൽ പഴം നുറുക്കണതേ കാണുള്ളൂ അല്ലേ? കുഞ്ഞുണ്ണി ഒന്നും തിന്നില്ല. കുഞ്ഞുണ്ണി ഇല്ലും. വെള്ളം ഫ്രിഡ്ജ് തുറക്കുക അടയ്ക്കാലേ, ഇതന്നെ പണി പോയി. അപ്പോ ഇപ്പൊ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോല്ലേ ഈ കളറ് ഇതും കൊണ്ട് തന്നെ മിക്സർ ഉണ്ടാക്കുക. പിന്നെ ഇപ്പൊ ഉണ്ടാക്കിയാലോ? എനിക്ക് ഈ മധുര മിച്ചറാ ഇഷ്ടം ഈ മിച്ചറിനെക്കാട്ടിലും അല്ലേ? അത് നല്ല രസല്ലേ? ഇതില്ലേ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കട്ടെ കേട്ടോ. കാരണം എന്താണെന്നറിയോ? മഴ വരുന്നുണ്ട്. മഴ വന്നു കഴിഞ്ഞു വെച്ചാല് ഇവിടെ ഫുള്ള് പെട്ടെന്ന് കറണ്ട് പോകും. ഒന്ന് ചെറുതായിട്ട് നല്ല പൊടിയൊന്നും വേണ്ട, ഒന്ന് വെറുതെ ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. നല്ല പൊടിയായി കിട്ടുമെന്ന് വേണ്ട കേട്ടോ. അതാ കണ്ടോ, ഇങ്ങനെ വേണം. കുറച്ചൊക്കെ ബൂന്തികൾ ഇങ്ങനെ കിടക്കണം. ഓ വേണോ? പഞ്ചസാര ഇട്ട് കൊടുക്കണ്ട കേട്ടോ. കൊടുക്കട്ടെ. മറ്റേടത്തേക്ക് എത്ര എവിടേക്ക്? പൂരത്തിനെ ആരാ സിനിമയ്ക്ക് പോണ്? ആരാ പൂരത്തിന് പോണ്? ഇന്നവിടെ പൂരം? അമ്മേ എന്താ അത് വീണ്? പട്ടേ എന്താ ഈ തേക്കൊരു പേടി കേട്ടോ. മറ്റേത് വീണ പോലെയല്ല, ഇത് വീണ നമ്മുടെ വീടിന്റെ അവിടേക്കൊരു എരപ്പാവും. ആ ചീനച്ചട്ടിയിൽ പറ്റില്ല കേട്ടോ. ഞാൻ പാത്രം മാറ്റിയാണ്, കുറച്ച് വലിയ പാത്രത്തിൽ. ആരാ ചോദിച്ചു? ആരോടാ ചോദിച്ചു? എവിടെ മുന്തിരി? ഇനിയിപ്പോ ചക്ക കറുക്കട്ടെ. നോക്കി നിക്കണ്ട, വേഗം ഉണ്ടാക്കിക്കോ. ഇതാ വരുന്നു ലഡു. ഇത് ലഡു ഉണ്ടാക്കുന്നു. ജിലേബിയോ? അതൊന്ന് മെൽറ്റാവട്ടെ. ജിലേബിയുടെ കുട്ടി ഉണ്ടാക്കുന്നു.
ഞാനേ ആദ്യം വിചാരിച്ച കുറച്ചേ ഉള്ളൂന്ന്, എല്ലാവരും ഉള്ളത് കൊണ്ട് നമ്മള് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ. ഇതാ ഏലക്കായ പൊടിച്ചു വെച്ചതാണ് കേട്ടോ. എവിടേക്ക്? ഏലപ്പറമ്പിക്കോ? ഈ പഞ്ചസാര ഇല്ലേ ലായനി കണ്ടില്ലേ, നൂൽപ്പരുവാകുമ്പോ നമ്മളില്ലേ നമ്മള് ഇതും കൂടി ഇട്ട് കൊടുക്കട്ടെ കേട്ടാ. ബോണ്ടി ചക്കക്കുരു ഒന്നല്ല, ബൂന്തി. ഞാന് ചിരട്ട ബൂന്തി 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 തന്നെ പറയോ അമ്മായി. ബൂന്തി. പിന്നെ എന്താ നമ്മൾ ഇതിലേക്ക് ഏലക്കായ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്യായിട്ട് എടുക്കാൻ പോയിട്ടുണ്ട്. 2 പാത്രത്തിൽ അരക്കാടാനുള്ളത് തന്നെയാണ്. രാവിലെ അമ്മ മാറ്റിയിട്ടതാണ്. ഇതാ കണ്ടോ, തീ നല്ല കത്തി വിചാരിച്ച അത് വാങ്ങിയിട്ട് എടുക്കട്ടാ. ഒഴിക്കാത്തുള്ളി കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മള് നല്ല പോലെ ഇതാണ്ടോ, കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പയ്ക്കുല്ലേ എന്താ നെയ്യ് ഒഴിക്കണതല്ല, അപ്പയ്ക്കും എന്തോ പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞു പോയിട്ടോ. ഞാന് നെയ്യൊക്കെ ഒഴിച്ചപ്പോ നല്ല മണം വന്നൂലേട്ടാ. എന്തൊന്നും ഉണ്ടാത്ത്? അത് ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതൊന്ന് വാവുന്നോ, ഇത് ചെറിയൊരു ചൂടില് കുഴച്ചെടുക്കും കേട്ടോ ഞാന്. എന്താന്നറിയോ, കൊറേ നേരം ഇതിന് നിക്കാന് പറ്റില്ല. എന്താ മഴ വരുന്നുണ്ട്. ഒരു ഇളം ചൂടോടെ തന്നെ ഞാന് കുഴച്ച് വെക്കുന്നത്. എങ്ങനെയുണ്ട്? ശരിയായില്ലേ? പിന്നെതാ നമ്മുടെ സുന്ദരി ഒരു ലഡുവിനൊരു കണ്ണും മൂക്കൊക്കെ ഉണ്ടല്ലേ, സുന്ദരി പൊട്ട്. ചന്തക്കാരിനെ വാശി പിടിക്കരുത്. ചന്തക്കാരനെ ഇഷ്ടമായില്ലടാ, ചന്തക്കാരി മതി. നമ്മള് ഇപ്പൊ ഇല്ല, അപ്പൊ കടയിൽ നിന്ന് വാങ്ങണ ലഡു പോലെ ഉണ്ണിപ്പെണ്ണേ. ഇതിപ്പോ ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. പിന്നെ പറഞ്ഞാ മുന്തിരി ആണ് അത്രേ വേണ്ട. ഇത് കറുത്ത മുന്തിരി അല്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ. വെള്ള മുന്തിരി ആയതുകൊണ്ടാണ് ഇതിങ്ങനെ. വെള്ള മുന്തിരി വെളുത്തിരിക്കും, കറുത്ത മുന്തിരി ആകുമ്പോ ചിലപ്പോ കറുത്തിരിക്കും. നമ്മള് എന്താ ഇങ്ങനെ ഉണ്ടാക്കി തന്നെയാണ് കേട്ടോ നല്ലത്. കടയിൽ നിന്ന് വാങ്ങണേക്കാട്ടിലും നല്ലതാണ്. ഒരുപാട് പണിയൊന്നും ഇല്ല. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്നും ഒരുപാട് പണിയില്ല, ഒരുപാട് ദോഷങ്ങളും ഇല്ല. പിന്നെന്താ, പിന്നെ അത് മാത്രല്ല, ഒന്നാമത് പഞ്ചാരയൊക്കെ ഇട്ട് കുത്തിക്കലക്കിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളല്ലേ. പിന്നെ അതിന്റെ കൂടെ എണ്ണ നന്നില്ലാത്ത എണ്ണയിലൊക്കെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും നല്ലത് നമ്മളോട് വീട്ടിലാകുമ്പോ നല്ല എണ്ണ നോക്കി ഉണ്ടാക്കുക, നല്ല രീതിക്ക് ഉണ്ടാക്കുക. എല്ലാവർക്കും ഇഷ്ടാവും. മഴ ചാറി വരുന്നുള്ളൂ. ഇപ്പൊ മഴ കണ്ടാവും. മഴയത്ത് കളിക്കണ്ട. അച്ഛന് കളിച്ചോട്ടെ, ഇജ്ജ് കളിക്കണ്ട. അച്ഛൻ കുട്ടിയല്ലേ, അച്ഛൻ കളിക്കട്ടെ. അച്ഛന് മേത്ത് മൊത്തം ചൂടാണ്. പൊന്നു ലഡു തിന്ന കുട്ടി. ലഡു തിന്ന കുട്ടി. പൊന്നു നീ പഴംപൊരി ഉണ്ടാക്കിയ ഇതില്ലേ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെച്ച് തണുപ്പിക്കണം. ഐസും കട്ടവല്ല, അപ്പൊ ബലം വരും. അപ്പഴേ ബലം വരൂ. ഇപ്പഴെന്താ ബലത്തിന് കുറവ്? ലഡു സോഫ്റ്റ് ആയിരിക്കില്ലേ? ആറുമ്പോഴേക്ക് ശരിയാവൂ. പിന്നെ ലഡു ഭയങ്കര ബലാണോ? എന്താ നല്ല സോഫ്റ്റ് അല്ലേ?
അല്ല കുറച്ച് പേരുണ്ടാവേ, തീരെ ബലമില്ലാത്ത മാതിരിയാണ്, വെള്ളച്ചോറ് മാതിരി അല്ലല്ലോ, കുറച്ച് ബലം വേണ്ട തിന്നുമ്പോ, അതാ ഞാൻ പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടോ? നല്ല ഓ വയ്യ, സന്തോഷം. എന്തായാലും ഇന്നത്തെ മഴ ഏറ്റില്ല, ഇന്നത്തെ മഴച്ചാറിൽ ഏറ്റില്ല. ഇന്ന് ഞാൻ മഴ പെയ്യണ്ടെന്ന് മഴയുടെ അടുത്ത് പ്രാർത്ഥിച്ചിരുന്നു, പെയ്യരുതേത്. വെറുതെ അല്ല പോയത് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് കോങ്ങാട് പോണം, കുട്ടികളും എല്ലാരും അവിടെ പൂരത്തിന് പോണം, മഴയെ പെയ്യരുത്. കോങ്ങാട് പാർക്കിക്കല്ല വിഷുവേല കാണാൻ പോണം പറഞ്ഞിട്ട് എന്റെ മുടി നോക്കി കഴിച്ചു അവൻ. ഞാൻ എന്തായാലും ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, തലയിൽ തൊട്ടിട്ട് എങ്ങനെ അത്രയും ഉണ്ടാക്കിയില്ലേ, പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എടുത്തു പോയില്ലേ. ഇത് നമ്മള് 1/2 കിലോ പൊടി എടുത്തിട്ടാട്ടോ ചെയ്തത്, 1/2 കിലോ പൊടി. എന്താ കാരണം പഴംപൊരി ഉണ്ടാക്കണം പറഞ്ഞിട്ട് ഇനി ഇത് ഉണ്ടാക്കി വിട്ട് വേണം പഴംപൊരി ഉണ്ടാക്കാൻ. മഴ വന്നപ്പോ വിചാരിച്ചു അത് എടുത്തോ ഞാൻ മക്കളെ എടുത്തോളീൻ ബാ. ഇത് നമ്മുടെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിനി നമ്മൾ. എടുത്തോ മുന്തിരി ഉണ്ടേ, അതില് മുന്തിരി ഉണ്ട്. ഉണിച്ചക്ക പൊന്നുട്ടി എങ്ങനെയുണ്ട് സുകന്യേ? ഇതാമ്മ അമ്മക്ക് ഷുഗർ അല്ലേ, അമ്മക്ക് ഷുഗർ അല്ലേ, ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. ടേസ്റ്റ് നോക്കാണ്ടിരിക്കണ എങ്ങനെ? അമ്മ അഭിപ്രായം പറയൊന്നും. സുകന്യ മധുരല്ലാട്ടോ, അനക്ക് ഷുഗർ ഇല്ലേ? സുകന്യക്ക് 2 കിട്ടി. എന്താമ്മ ഇല്ലല്ലേ? തിന്നിട്ട് അഭിപ്രായം പറയാ. എന്നാ 2 തിന്നോ സുകന്യ? ഷുഗർ എന്റെ ഒരു കൂടി തിന്നോ? ഞാനുണ്ട്. അമ്മ തിന്നോ അവിടെ വെക്കണ്ടോ? പിന്നെ പൊന്നൂസ് മധുരത്തിന്റെ ആളാണേ. നന്നായിട്ടുണ്ടോ? നിങ്ങളെന്താ അഭിപ്രായം ഒന്നും പറയാത്ത? നന്നായിട്ടുണ്ട് അല്ലേ? എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട് അല്ലേ? അമ്മേ വായിലൊന്നങ്ങനെ ഇട്ട നോക്ക് നോക്ക്. എന്താ എങ്ങനെ ഉണ്ടായിരുന്നു പറ, ഞാൻ പിന്നെയും ചോദിക്കാന്ന് പറയണ്ട. അപ്പല്ലേ നല്ല മയൊക്കെ ഉണ്ട് കേട്ടോ. അതാ കാണിച്ചു തരാം, പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ നല്ല മയൊക്കെ സംഭവം ഉണ്ട്. ഇതേപോലെ ഉണ്ടാക്കാത്തവരുണ്ടാക്കി വെക്കൂ, എന്നിട്ട് ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കുക. എന്തായാലും സ്കൂളൊക്കെ ഇല്ലാതിരിക്കുമല്ലേ, വെക്കേഷൻ സമയത്ത് എന്തുണ്ടാക്കി കൊടുത്താലും മക്കൾ കഴിക്കുമല്ലോ. അല്ലാത്ത സമയത്തും കഴിക്കും, പക്ഷെ സ്കൂൾ പൂട്ടിയ സമയത്ത് എന്താ വെച്ചാൽ എന്തെങ്കിലും അവർക്ക് വേണമെന്ന് ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടാവില്ലേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോ നമ്മളൊക്കെ ഇതാ ഒരുങ്ങി പുറപ്പെട്ടിട്ട് എവിടേക്കാ നിൽക്കണെന്ന് അറിയോ? നമ്മുടെ ഈ വർഷത്തെ ലാസ്റ്റത്തെ വിഷുവേലയാണ് കേട്ടോ. ഞങ്ങളുടെ ഈ ഭാഗത്തെ കുന്നപ്പള്ളിക്കാവത്തെ വിഷുവേലയാണ്. നമ്മളങ്ങനെ പോവാറൊന്നുമില്ല. 7 വർഷങ്ങൾ മുമ്പേ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് അല്ലേ എല്ലാവരും പാടെ. അപ്പോൾ എന്താ നമ്മളിന്ന് വിഷുവേല കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ചിലവർക്ക് ഇങ്ങനെ പുറത്തു പോണതൊക്കെ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ലേ. അപ്പോൾ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ സതിയേട്ടനും കുട്ടികളും എന്താ വലിയൊരു 2 പേരും പോയിട്ടുണ്ട്. ബാക്കി ഞങ്ങൾ എല്ലാവരും പാടെ പോട്ടെ. അപ്പൊ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം.